വഖഫ് ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുകയാണ്. അല്പസമയം മുൻപാണ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സംസാരിച്ചത്. സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചത് ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി നേടിയാണ്. മുതൽ ഇങ്ങോട്ട് പല വിഷയങ്ങൾ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ജോർജ് കുര്യൻ തന്റെ സമയം പൂർത്തീകരിച്ചത്. ഡൽഹിയിൽ നിന്ന് പി ബസന്ത് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, എന്തിന് മലയാളത്തിൽ സംസാരിക്കാൻ ആവർത്തിച്ച് അംഗങ്ങൾ പോലും ജോർജ് കുര്യനോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസംഗം പൂർണ്ണമായും ഇംഗ്ലീഷിലാണ് പൂർത്തീകരിച്ചത്. എല്ലാ വിഷയങ്ങളും പറഞ്ഞുകൊണ്ട്, മുനമ്പത്തെ വിഷയം മാത്രമല്ല, സുരേഷ് ഗോപി തൃശ്ശൂരിൽ എങ്ങനെ ജയിച്ചു, എത്രയൊക്കെ വോട്ടുകൾ നേടി, പാലാ ബിഷപ്പ് ഹൗസ് മുതൽ എല്ലാ വിഷയങ്ങളും പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. ഇപ്പോഴും വഖഫ് ബില്ലിന്മേലുള്ള ചർച്ച പാർലമെന്റിൽ തുടരുകയാണ്. രാജ്യസഭയിൽ ഇപ്പോൾ സമാജ്വാദി പാർട്ടി നേതാവ് രാംജിലാൽ സുമനാണ് സംസാരിക്കുന്നത്. തൊട്ടു മുമ്പ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് സംസാരിച്ചത്. കുര്യൻ മുനമ്പം വിഷയമാണ് പ്രധാനമായും എടുത്തത്. മുനമ്പത്ത് നിന്ന് അവിടെ ഉള്ളവരെ ഒഴിപ്പിക്കാൻ CPM-ഉം കോൺഗ്രസും ശ്രമിച്ചു എന്നുള്ളൊരു ആരോപണമാണ് ജോർജ് കുര്യൻ മുന്നോട്ട് വെച്ചത്. BJP പിന്തുണ നൽകിയത് മുനമ്പം നിവാസികൾക്കായിരുന്നു. വഖഫ് ബില്ലിനെതിരെയുള്ള നിയമസഭാ പ്രമേയം അത് അസംബന്ധമെന്ന് മന്ത്രി പറഞ്ഞത് വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചതിനെ തുടർന്ന് അദ്ദേഹം ആ വാക്ക് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് അർത്ഥശൂന്യം എന്ന് തിരുത്തുകയും ചെയ്തു. അത് അദ്വാനിയെ, മുൻ BJP അധ്യക്ഷനും ഉപപ്രധാനമന്ത്രിയുമായിരുന്ന LK അദ്വാനിയെ വധിക്കാൻ ശ്രമിച്ച കോയമ്പത്തൂർ സ്ഫോടന കേസിലെ പ്രതിയെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം പാസാക്കിയ നിയമസഭയാണ് കേരളത്തിലുള്ളതെന്നും ജോർജ് കുര്യൻ ആരോപിച്ചു. മാത്രമല്ല, CPM-ഉം കോൺഗ്രസും ക്രൈസ്തവ പള്ളികളെയും അതോടൊപ്പം കരോളുകളെയും ഒക്കെ ആക്രമിച്ചിട്ടുണ്ട്. കോട്ടയത്തെ സെന്റ് പോൾസ് പള്ളിയുടെ കരോൾ DYFI-യും SFI-യും ആക്രമിച്ചു. ഇടുക്കി ബിഷപ്പ് ഹൗസ് കോൺഗ്രസ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് ആക്രമിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഇവരാണ് ഉത്തരേന്ത്യയിൽ ക്രൈസ്തവരെ ആക്രമിക്കുന്നു എന്ന് പറയുന്നത്. സുരേഷ് ഗോപി ജയിച്ചത് തൃശ്ശൂരിലെ ക്രൈസ്തവരുടെ കൂടി വോട്ടുകൊണ്ടാണ് എന്നാണ് ഇപ്പോൾ ജോർജ് കുര്യൻ പറഞ്ഞിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനമാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും ഇഷ്ടപ്പെടാത്തതെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ചർച്ച പൂർത്തിയാക്കി സഭ വോട്ടിംഗിലേക്ക് കടക്കും. ലോക്സഭ പാസാക്കിയ ബില്ലാണ് രാജ്യസഭ പരിഗണിക്കുന്നത്. 129 പേരുടെ പിന്തുണ ഉണ്ട് എന്നാണ് BJP NDA കക്ഷികൾ അവകാശപ്പെടുന്നത്. 105 പേരുടെ പിന്തുണയെങ്കിലും ലഭിക്കുമെന്ന് പ്രതിപക്ഷവും കണക്ക് കൂട്ടുന്നു.